അദ്ദേഹം എന്തോ ഈ NDA ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആവേശം പുറത്തു കാണിക്കാനുള്ള എന്തോ പ്രകടനം നടത്തിയതാണ് കൊച്ചിയിൽ. എന്നെ എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത വിദ്വേഷ ആരുടെ പേര് നടത്തി. ഞാൻ പറഞ്ഞത് അത് ഞാൻ കാണിച്ചതെന്താന്ന് വെച്ചാൽ എന്റെ പേരിൽ ഒരു FIR ഇപ്പൊ പെൻഡിംഗ് ഇല്ല. ഒരു കേസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണു. CBI അന്വേഷിച്ച് എന്നെ എക്സോണറേറ്റ് ചെയ്ത ഒരു രേഖ ചമച്ചു എന്നുള്ള കേസ് പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് പെൻഡിംഗ് ആണ് CJM തിരുവനന്തപുരത്ത്. അതുകൊണ്ട് ഞാൻ പ്രതിയൊന്നുമില്ല. സ്വാഭാവികമായിട്ട് പൈസ തിരിച്ചു കിട്ടാൻ കുറെ കാലം എടുത്തിട്ടുണ്ട്. അത് കിട്ടാൻ 14 NDA വന്ന് കഴിഞ്ഞിട്ടാ കിട്ടിയത് എനിക്ക്. ആ സമയത്ത് സ്വാഭാവികമായി നമ്മൾ സമാനമായി പറ്റിച്ച മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അങ്ങനെ ഉണ്ടോ? ഉണ്ട്. ഫോട്ടോകോപ്പി ബിസിനസ്സുകാരുണ്ട്. അവരെയൊക്കെ കൊണ്ടുവരണല്ലോ. ഇപ്പൊ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാൻ ഞാൻ 2 ഫോട്ടോകോപ്പിക്കാർ വിദേശത്താണ്. ഞാൻ വെള്ളിയാഴ്ച വിദേശത്ത് പോയി അവരെ തന്നെ കാണാൻ പോണെയാണ്. താങ്കൾ ഇപ്പൊ എന്നോട് ചോദിച്ചില്ലേ ഇതിയാ? ഹലോ, ഇത് ഞാൻ ചോദിച്ചില്ലേ? അതിന് പറഞ്ഞ മറുപടിയാണ്. ഫോട്ടോകോപ്പി വാങ്ങി കഷ്ടപ്പെട്ട 2 പേര് വിദേശത്താണ്. അവരെ ഞാൻ പോയി കാണാൻ പോണേ മറ്റൊന്ന്. ഞാൻ പറഞ്ഞത് അന്ന് ഡിഫൻസിന്റെ ചില രേഖകൾ ഫോട്ടോകോപ്പി വിറ്റിരുന്നു എന്നൊരു ആരോപണം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഫോട്ടോകോപ്പി കരസ്ഥമാക്കിയവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമില്ല. അവർക്ക് ഡേറ്റ് ഒത്തു നോക്കാമല്ലോ ഫോട്ടോകോപ്പി കിട്ടിക്കഴിയുമ്പോൾ ഏത് കാലത്താണ് ആ കറസ്പോൺസ് നടന്നതെന്ന്. പിന്നെ താങ്കൾ ചോദിച്ചില്ല ഇൻസ്റ്റാ വെച്ചാൽ പൂർണ്ണമായി ഒരാളെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തണ്ടെന്ന് ഓർത്തിട്ടാണ്. മിനിങ്ങാന്നും അദ്ദേഹം എന്നെ കുറച്ച് മോശമായിട്ട് പറഞ്ഞു റിപ്പോർട്ടർ ചാനലിൽ ഞാൻ കണ്ട്. മനസ്സിലായില്ലേ? ഞാനൊരു അമ്പലത്തിന്റെ ചെയർമാനൊക്കെയാണ്. ഞാനൊരു വിഗ്രഹം മോഷ്ടിച്ചിട്ടില്ല. വിഗ്രഹം മോഷ്ടിച്ചാൽ ഞാൻ താമസിക്കുന്ന പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരിൽ FIR ഉണ്ടാവും. FIR കിട്ടാൻ ഇന്ന് കേരള പോലീസിന്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സിറ്റിസൺ കോപ്പി കിട്ടും. സംശയമില്ലല്ലോ. ഇല്ല. അതല്ല ഞാൻ വീണ്ടും പറഞ്ഞത്. 5 വച്ച് 20 സ്ഥലത്തേക്ക് പോയ പണം എത്തിയില്ല. കൊടകരയല്ല. ആ പണം വരാതുകൊണ്ട് എന്റെ പണം തരാൻ പൈസ വേണ്ടേ? ഇന്നിപ്പോ ശോഭാ സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന 2 പേരെ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ മാഡത്തിന്റെ കൂടെ ഉണ്ട്. എങ്ങനെ നമുക്ക് തീർക്കണം? ഞാൻ എങ്ങനെ തീർക്കണം? എന്റെ പൈസ എന്നാ തീർക്കും. അല്ല, എന്നോട് ചോദിച്ചു എന്തിനാണ് ശോഭയ്ക്ക്. ഞാൻ പറഞ്ഞു ശോഭയ്ക്കെതിരെയാണ് ഞാൻ നീങ്ങിയിട്ടുള്ളൂ. BJPക്കോ NDAക്കോ എതിരെയല്ല. ശോഭാ സുരേന്ദ്രൻ ആത്മശുദ്ധിയുള്ള ആളാണെങ്കിൽ, ശുദ്ധഗതിക്കാരിയാണെങ്കിൽ എന്നെ വിളിച്ച് നിങ്ങളൊക്കെ മേടിച്ച പണം ഞാൻ തിരിച്ചു തരുന്നു. എന്നെ കണ്ടുമുട്ടി യാദർച്ഛികമായി. അപ്പോഴും ഞാൻ വിചാരിച്ച എന്നോട് സംസാരിക്കും, തരാം. എന്നെ പ്രഷർ ചെയ്തിട്ടാണ് ഞാൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് ഡൽഹിയിൽ നിന്നിട്ട് പാർലമെന്റ് സ്ട്രീറ്റ് SBI പോയി അവരുടെ അക്കൗണ്ടിൽ പണം കൊടുക്കണത്. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണം അത്യാവശ്യമാണ്. ഞാൻ ലൈബിലിറ്റിയിലാണ്. സൗമ്യമായിട്ട് അവരൊരിക്കലും എന്നെ ഭീഷണിപ്പെടുത്തി. നമ്മളില്ലാത്ത പറയണ്ട. ശോഭാ സുരേന്ദ്രൻ എന്നോട് ദുഃഖകരമായി പറഞ്ഞ അവസ്ഥ ഞാൻ റിപ്പീറ്റ് ചെയ്തല്ലോ. ഞാൻ പാർട്ടിയുടെ താഴെ ഘടകം വരെ പ്രവർത്തിച്ച് തല വരെ തല്ലുകൊണ്ട് പരിക്കേറ്റ് ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് എനിക്കും എവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല. എത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു മാഡം, ഈ ഗവൺമെന്റിൽ അത് നടക്കൂല. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകണ്ട. നഷ്ടമേ വരൂ. നഷ്ടമേ വന്നു. ഇത് പോണ്ടിച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആകാനുള്ള മോഹം പൂവണിയാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ്. ഈ അനിൽ ആന്റണിക്കെതിരെ ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊണ്ടുപോയവർ അല്ലെങ്കിൽ അത് കയ്യിലുള്ളവരെന്ന് പറയുന്ന 2 പേര് വിദേശത്താണ്. അവരെ കാണുമെന്ന് പറഞ്ഞു. അവരെ കാണാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ താങ്കൾ ഈ പാരലായിട്ട് അന്വേഷണം നടത്തുന്നതിന് പകരം അനിൽ ആന്റണിക്കെതിരെ കാര്യങ്ങളൊക്കെ തന്നെ ഇത് ബാക്കി തെളിവുകളെല്ലാം ഒരു അന്വേഷണ ഏജൻസിക്ക് അതിന് അന്വേഷണം ഞാൻ കയറി ഒരു പരാതി നൽകി. എന്തിന് പരാതി? ഞാൻ ചോദിക്കണേക്ക് പരാതി നൽകണമെങ്കിൽ എനിക്ക് 14 ഞാൻ പരാതി ടൈപ്പ് ചെയ്ത് PJ കുര്യന്റെ അടുത്ത് പറഞ്ഞാണ് ഞാൻ CBI ഡയറക്ടറെ കാണാൻ പോണേന്ന്. അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് അയച്ചു കൊടുത്താൽ 4ാമത്തെ ദിവസം ഒരു കാര്യമില്ലാണ്ട് നമ്മൾ PE പോസ്റ്റ് ചെയ്യും. പ്രിലിമിനറി എൻക്വയറി 100%. സാധാരണ CBIക്ക് കംപ്ലൈന്റ് കൊടുത്ത് എടുക്കൂല. ഈ കംപ്ലൈന്റിൽ നിന്ന് എടുക്കും. കാരണം CBI വേണം. എന്നോട് പറഞ്ഞ് അത് പ്രസിഡന്റിനെ ബാധിക്കും. അദ്ദേഹത്തെ ബാധിക്കേണ്ട ഒരു ഇഷ്യൂ ഇല്ല. കാരണം അദ്ദേഹം മാന്യനാണ്. അദ്ദേഹം അറിഞ്ഞൊന്നുമല്ല ഇത്. ഇപ്പൊ അദ്ദേഹം മറുപടി പറയുന്നല്ലേ പറഞ്ഞേക്കണം 26-ാം തീയതി കഴിഞ്ഞാൽ. അന്ന് ഇപ്പൊ അദ്ദേഹം പ്രസിഡന്റും അല്ല ഒന്നുമല്ല, റിട്ടയർ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അതിലേക്ക് എത്തണേലല്ലോ. 26-ാം തീയതി കഴിയട്ടെ. ഇല്ലെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ തേജോധം ചെയ്യാൻ വേണ്ടി കച്ചായിട്ട് ഇറങ്ങിക്കാന്നല്ലേ പറയണത്. 26-ാം തീയതി പറഞ്ഞ് 2 ദിവസമല്ലേ ഉള്ളൂ. ഇനി 3 ദിവസം വെയിറ്റ്. 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും കൂട്ടിവിട്ടും. ഞാൻ പിന്മാറൂല. ഞാൻ പറഞ്ഞല്ലോ 100% എനിക്ക് ഉറപ്പാണ് ഇതിലൊരു അന്വേഷണം വരും. ഇന്ത്യ വന്നാലും NDA വന്നാലും.
അന്വേഷണം നേരിടും, ഞാൻ പ്രതിയാവും, റിമാൻഡ് ചെയ്യപ്പെടും. യെസ്, ഐ ആം റെഡി ടു ഫേസ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കായിരിക്കൂല. അനിൽ ആന്റണിയായിട്ട് ഒരു സെറ്റിൽമെന്റ് ഓരോ എന്തിനു സെറ്റിൽമെന്റ്? ഞാനെന്തിനാ സെറ്റിൽമെന്റിന് വേണം? വിഗ്രഹമോഷ്ടാവ്, പിന്നെ ദല്ലാള്, അഡ്വക്കറ്റ് എന്ന് പ്രചരിപ്പിച്ച് അയാളെ സമീപിച്ച് ഞാൻ അങ്ങനെയൊന്നും, എനിക്ക് SSLC വിദ്യാഭ്യാസം കഴിഞ്ഞ് മിനിമം വിദ്യാഭ്യാസമുള്ള എഴുത്തും വായന അറിയാത്ത ഞാൻ എങ്ങനെ അയാളെ സമീപിക്കണം? മലയാളം പോലും എനിക്ക് തയ്ച്ചെഴുതാൻ അറിയില്ല. അയാൾ പറഞ്ഞതാണ്. ഞാൻ ഈ സാൻഫോർഡ് അല്ലേ അങ്ങേര്, സാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഡക്ഷൻ ആണല്ലോ, അങ്ങനെയാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ടത്. ഞാൻ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് പരിശോധിക്കണം. US കൂടെ ഒരു പര്യടനം നടത്തേണ്ടി വരും. ഈ ഡിക്ലറേഷനിൽ കൊടുത്തേക്കണതും യാഥാർത്ഥ്യങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണുണ്ടാന്ന് ഞാൻ വിട്ടുപോകില്ല. കാരണം അനിൽ ആന്റണി കളങ്കിതനാണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൊണ്ടാണ്. കാരണം അങ്ങേരുടെ ധിക്കാര സ്വഭാവം, എല്ലാവരെയും അപമാനിക്കുന്ന സ്വഭാവം, അതുകൊണ്ട് ഞാനിത് പുറത്തു പറഞ്ഞാണ്. വേറെ ഒരു സ്ഥാനാർത്ഥികളും ഇതുപോലെ പറയുന്നില്ലല്ലോ ഒരാളെ കുറിച്ച് മോശമായിട്ട്. കോൺഗ്രസ് പാർട്ടി കൊണ്ട് ഉപജീവനം നടത്തി വന്ന ആള് അങ്ങേരുടെ ഫേസ്ബുക്കിൽ പരിധിയപ്പോ കാണാം. അദ്ദേഹം ഈ NDA ജോയിൻ ചെയ്യുന്നവരെല്ലാം എല്ലാം പോസ്റ്റ് ചെയ്തേക്കണതിനകത്ത് അങ്ങേര് കോൺഗ്രസ് ജാഥ കൊണ്ടെന്നും തല്ലുകൊണ്ടെന്ന് വരെയാണ് ചെയ്തേക്കുന്നത്. കോൺഗ്രസ് മീഡിയ തലവൻ എന്നൊക്കെ പറഞ്ഞ്. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ടൊന്നുമില്ല, ഞാൻ ഇതൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അദ്ദേഹം ഡിക്ലറേഷൻ കൊടുത്തേക്കണോണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയാണ് ഇതൊക്കെ ഉണ്ടോ, യാഥാർത്ഥ്യമാണോ, എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം ഡിക്ലറേഷൻ. ഞാൻ പറഞ്ഞത് അദ്ദേഹം കളങ്കിതനാണ്, അദ്ദേഹം NDA നന്നാക്കുന്നു പറഞ്ഞ്. അതല്ലേ പത്മനാഭൻ പറഞ്ഞ പോലെ കുടിയേറ്റക്കാരനെ ഏറ്റെടുത്തതിന്റെ പാപഭാരമാണ് NDA ഇപ്പൊ സഹിക്കണത്. കുടിയേറ്റമാണ്. ഈ കുടിയേറ്റം ജൂൺ 4-ാം തീയതി മാറ്റം സംഭവിച്ച തിരിച്ചും കുടിയേറും. കാരണം ഫാദർ അവിടെ ഉള്ളതുകൊണ്ട് പുള്ളിക്ക് കുടിയേറാൻ പ്രശ്നമില്ല. അദ്ദേഹത്തിന് കുടിയേറ്റം എളുപ്പമാണ്. എങ്ങോട്ടും മനസ്സിലായില്ലേ? അമേരിക്കയിൽ താമസിച്ച് ഇന്ത്യയിലേക്ക് വന്ന് പ്രവർത്തനം തുടങ്ങിയ ആളാണല്ലോ അദ്ദേഹം.